ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ HSS സോഷ്യൽ സയൻസ് ഉദ്യോഗാർത്ഥികൾക്കായി മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, സുമേറിയക്കാർ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നീ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത്. സംസ്കാരത്തിൻ്റെ മൂഷ എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങളാണ് സുമേറിയ, ബാബിലോണിയ, കാൽഡിയ, അസീറിയൻ എന്നിങ്ങനെ 4 സംസ്കാരങ്ങൾ ഇതിനുള്ളിൽ അടങ്ങിയിരുന്നു. ലോകത്തിൽ ആദ്യമായി മൺപാത്രവും ചക്രവും നിർമ്മിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. ലോകത്തിൽ ആദ്യമായി ചന്ദ്രപഞ്ചാംഗം നിർമ്മിച്ചതും മെസപ്പൊട്ടോമിയക്കാരാണ്. നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയ നിലനിന്നിരുന്ന രാജ്യം ഇറാഖാണ്. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി കലണ്ടർ നിർമ്മിച്ചിരുന്നു മെസപ്പൊട്ടോമിയക്കാര്. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചയായും ഒരു ദിവസത്തെ 24 മണിക്കൂറായും അവർ വിഭജിച്ചിരുന്നു. മെസപ്പൊട്ടോമിയയെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ചത് പ്രൊഫസർ ബ്രസ്റ്റഡ് ആണ്. മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരമായിരുന്നു ഊർ എന്ന് പറയുന്ന പ്രദേശം. മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്നായിരുന്നു. ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പ് എന്നാണ്. ക്യൂണിഫോം ലിപി വിശദീകരിച്ചത് ഹെൻറി റാലിംഗ്സൺ ആണ്. ഇത് എഴുതുന്നത് കളിമൺ പാളികളിലാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം. ലോകത്തിലെ തന്നെ ആദ്യ നാഗരിക സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം. സുമേറിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവർ എന്നാണ്. സുമേറിയക്കാരുടെ പ്രധാന ദേവതയായിരുന്നു നന്നാർ ദേവത. ഈ നന്നാർ ദേവതയ്ക്ക് ഒരു ക്ഷേത്രം പണിതിരുന്നു. ആ ക്ഷേത്രമാണ് സിഗുറാത്ത് എന്നറിയപ്പെടുന്നത്. ഈ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് ഊർ നഗരത്തിലായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യ നഗരമായിരുന്നു ഊർ എന്ന് പറയുന്നത്. അതുപോലെ ഈ ജാമിതീയ സമ്പ്രദായം കണ്ടെത്തിയത് സുമേറിയക്കാരാണ്. മെസപ്പൊട്ടോമിയയിലുള്ള സുമേറിയക്കാരാണ് ജാമിതീയ സമ്പ്രദായം കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ അടുത്ത സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം. ലോകത്തിലെ തന്നെ ആദ്യ സാമ്രാജ്യമാണ് ബാബിലോണിയ എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് ഹമ്മുറാബിയാണ്. അദ്ദേഹത്തിന് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊരു നയമുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നും ആദ്യ ഭരണാധികാരി എന്നൊക്കെ അറിയപ്പെടുന്നത് ഹമ്മുറാബിയെയാണ്. അടുത്ത സംസ്കാരമാണ് കാൽഡിയൻ സംസ്കാരം. ഈ സംസ്കാരത്തിന്റെ സ്ഥാപകൻ നബുക്ചാനസർ രണ്ടാമനാണ്. ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് നബുക്ചാനസർ. ലോകത്തിൽ ആദ്യമായി ഒരു എഴുത്തുവിദ്യ സംഭാവന ചെയ്തത് കാൽഡിയൻ സംസ്കാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലൈനുമായി ബന്ധമുള്ളത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. ചരിത്രത്തിൻ്റെ ജന്മഭൂമി ഗ്രീസാണ്. ലോകത്തിലെ ആദ്യ ചരിത്ര കൃതിയാണ് ഹിസ്റ്റോറിക്ക എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കയുടെ കർത്താവ് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസിനെയാണ്. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തൂസിഡൈഡസ് ആണ്. ആധുനിക ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റാങ്കെയാണ്. ഇനി നമുക്ക് ചരിത്രത്തിന് മഹാന്മാർ നൽകിയ കുറേ നിർവചനങ്ങൾ പരിചയപ്പെടാം. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞത് EH കാർ ആണ്. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം എന്ന് പറഞ്ഞത് വോൾട്ടയർ ആണ്. ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണെന്ന് പറഞ്ഞത് ജോൺ സീലി ആണ്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്നാണ്. മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ടത് തോമസ് കാർലൈൻ ആണ്. മനുഷ്യൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, അതാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ടത് പ്രൊഫസർ മൈൻഡ് ലാൻഡ് ആണ്. വിവേകത്തിൻ്റെ ഗതിവേഗം വളർത്തുന്ന ആചാര്യനാണ് ചരിത്രം എന്നഭിപ്രായപ്പെട്ട എഡ്മണ്ട് ബർക്കാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് ലോർഡ് ആക്ടൺ ആണ്.
കഴിഞ്ഞ കാലങ്ങളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് വിൽ ഡ്യൂറൻ്റ് ആണ്. സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ട് പ്രൊഫസർ റെനിയർ ആണ്. ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യനാർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് വിൽ ഡ്യൂറൻ്റ് ആണ്. ചരിത്രകാരൻ്റെ അനുഭവമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ട് ഓക്സ്ഷോട്ട് ആണ്. ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് കാർലൈൻ ആണ്. മനുഷ്യൻ്റെ നിർഭാഗ്യങ്ങളുടെയും വിഡ്ഢിത്തങ്ങളുടെയും രജിസ്റ്ററാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് എഡ്വേർഡ് ഗിബ്ബൺ ആണ്. ഒരേ സമയം ശാസ്ത്രവും കലയുമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ജി എം ട്രാവലിയൻ ആണ്. ഉദാഹരണങ്ങളിലൂടെ പഠിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ഡയനീഷ്യസ് ആണ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹാനാടകമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി, പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ. വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ദ്രാവിഡന്മാർ. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് നഗരാസൂത്രണവും നഗരവൽക്കരണമായിരുന്നു. ഈ ഭാഗത്തെ നഗരങ്ങളുടെ പ്രത്യേകത ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടുകളായിരുന്നു. വീടിനോട് ചേർന്ന് കിണറുകളുണ്ടായിരുന്നു. ഓട സംവിധാനം ഉണ്ടായിരുന്നു. മികച്ച റോഡ് സംവിധാനം ഉണ്ടായിരുന്നു. റോഡുകളൊക്കെ മട്ടകോണാകൃതിയിലായിരുന്നു. അതുപോലെ തന്നെ കുശവന്റെ ചക്രവും ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത് ജോൺ മാർഷൽ ആണ്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ചാൾസ് മേഴ്സൺ ആണ്. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്തത് ദയാറാം സാഹ്നി ആയിരുന്നു. 1921 ദയാറാം സാഹ്നി ഹാരപ്പ ഉത്ഖനനം നടത്തുന്നത്. ഹരപ്പൻ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയ പുരാവസ്തു വകുപ്പിന്റെ തലവനായിരുന്നു സർ ജോൺ മാർഷൽ. ഹരപ്പ സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് പറയുന്നത് രവി, പഴയ കാലത്ത് പരുഷ്ണി എന്നറിയപ്പെടുന്ന നദിയായിരുന്നു. സിന്ധു നദീതട കാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇന്ന് നിലവിലില്ലാത്തതുമായ നദിയാണ് സരസ്വതി. ഋഗ്വേദത്തിൽ ഹരിയുപ്പ എന്നറിയപ്പെടുന്നത് ഹരപ്പൻ സംസ്കാരത്തെയാണ്. ഹരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യ ചിത്രലിപി എന്നാണ് അറിയപ്പെടുന്നത്. ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട പ്രദേശമാണ് ഹരപ്പ. മെസപ്പൊട്ടോമിയക്കാരെ ഹരപ്പയെ മെലൂഹ എന്നാണ് വിളിച്ചിരുന്നത്. സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തതിന് തെളിവ് ലഭിച്ചത് ഹരപ്പയിൽ നിന്നാണ്. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് മോഹൻജദാരോ. മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പ്രദേശമാണ് മോഹൻജദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീക്ക് ചിന്തകരുടെ കാലഗണനാനുസൃതമായ ശരിയായ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ. പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനാണ് അലക്സാണ്ടർ ചക്രവർത്തി. ഒരു കൃതി പോലും എഴുതാതെ പ്രസിദ്ധനായ ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് സോക്രട്ടീസ് നൽകിയ സംഭാവനയാണ് ചോദ്യരീതി എന്ന് പറയുന്നത്. സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം. ആൻസർ ഓപ്ഷൻ സി, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരൊക്കെ അടങ്ങുന്ന മധ്യവർഗമായിരുന്നു. അതുപോലെ തന്നെ കർഷകരും കൈത്തൊഴിലുകാരും ഒക്കെ ഏതിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ധാരാളം ഭൂമി കൈവശം വെച്ചിരുന്നായിരുന്നു. ഇവർക്ക് ഒരു കർഷകരിൽ നിന്നും ഇവർ ഒരു എന്ന് പറയുന്ന ഒരു നികുതി പിരിച്ചിരുന്നു. എല്ലാത്തരം നികുതിയിൽ നിന്നും ഒന്നാമത്തെ എസ്റ്റേറ്റ് ഒഴിവാക്കപ്പെട്ടിരുന്നു.
ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികളെല്ലാം വഹിച്ചിരുന്നത് പുരോഹിത വർഗമായ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് സൈനിക സേവനം നടത്തുന്നതും കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിക്കുന്നവര്, വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവര്, അതുപോലെ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഈ രണ്ടാമത്തെ എസ്റ്റേറ്റ്. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റ്. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ ഭരണത്തിൽ ഒരു അവകാശവും ഇല്ല. തൈലേ എന്ന പേരിലൊരു ഭൂനികുതി സർക്കാരിന് നൽകണം. അതുപോലെ തന്നെ താഴ്ന്ന സാമൂഹ്യ പദവി വഹിച്ചിരുന്ന വിഭാഗമായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16 ലൂയി 16 കുപ്രസിദ്ധമായ ഭാര്യയായിരുന്നു മേരി അന്റോണിയറ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജകം നൽകിയ ചിന്തകരായിരുന്നു റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോയാണ്. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയായിരുന്നു സോഷ്യൽ കോൺട്രാക്റ്റ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തിയത് 1789 ജൂൺ 20 നമ്മൾ പറഞ്ഞു. ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയായിരുന്നു ബാസ്റ്റ്യൻ കോട്ട. ബാസ്റ്റ്യൻ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14 ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിച്ച ജൂലൈ 14 എനിക്ക് ശേഷം പ്രളയം എന്നഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്നഭിപ്രായപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരി ലൂയി 14. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നഭിപ്രായപ്പെട്ട മേരി അന്റോണിയറ്റാണ്. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ജാക്കോബിൻ ക്ലബ്ബ്. ജാക്കോബിൻ ക്ലബിന്റെ നേതാവായിരുന്നു റോബസ്പിയർ. രാജപക്ഷക്കാരെയെല്ലാം 1792 സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ സംഭാവനയാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിന് ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണോപാർട്ടാണ്. ഫ്രാൻസിനെ ആധുനികീകരിച്ച ഭരണാധികാരിയാണ് നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. AD 1815 വാട്ടർലൂ സ്ഥിതി ചെയ്യുന്ന രാജ്യം ബെൽജിയമാണ്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലി ആണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലി ആണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു ഗില്ലറ്റിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോറിക് ശില്പകലയുടെ ഉത്തമോദാഹരണമായ നിർമ്മിതി. ആൻസർ ഓപ്ഷൻ ഡി, ഗ്രീസിലെ പാർത്തിനോൺ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏഥൻസ്, സ്പാർട്ട, കാതറിക്. ഏഥൻസിലെ ആദ്യ നിയമപരിഷ്കർത്താവാണ് സോളൻ. ഏഥൻസുകാർക്ക് ആദ്യമായി ഒരു നിയമം സംഭാവന ചെയ്ത വ്യക്തിയാണ് ട്രാക്കോ. ഏഥൻസിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പെരിക്ലേസിന്റെ കാലഘട്ടമാണ്. റോമിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് സീസറുടെ കാലഘട്ടമാണ്. ഗ്രീക്ക് ജനാധിപത്യത്തിന്റെ പിതാവാണ് ക്ലിസ്തനീസ്. ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് ആക്കിലസ്. പ്രസംഗകലയുടെ പിതാവ് ഡയസ്തനീസ്. വ്യക്തിവാദത്തിന്റെ പിതാവ് സീനോ. അച്ചടിയുടെ പിതാവ് ഗുട്ടൻബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ, യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം. ആൻസർ ഓപ്ഷൻ ബി, ഗർണിക്ക. മൊണാലിസ എന്ന ചിത്രം വരച്ചത് ലിയാനോഡോ ഡാവിഞ്ചിയാണ്. അത് സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലാണ്. ഡിവൈൻ കോമഡി രചിച്ചത് ദാന്തെയാണ്. ഏഥൻസിലെ വിദ്യാലയം എന്ന ചിത്രം വരച്ചത് റാഫേലാണ്. അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കൽ ആഞ്ചലോയാണ്. അവസാനത്തെ അത്താഴം എന്ന ചിത്രം വരച്ചത് ലിയാനോഡോ ഡാവിഞ്ചിയാണ്. അതുപോലെ സീക്രട്ടം എന്ന കൃതി രചിച്ചത് പെട്രാർക്ക്. ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന കൃതി രചിച്ചത് ഇറാസ്മസ്. ഡോൺ കിക്സോട്ട് എന്ന കൃതി രചിച്ചത് സെർവാന്തെ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. ആൻസർ ഓപ്ഷൻ എ, 2 വർഷം. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന.
ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കളാണ് US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും. UN-ന്റെ ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ എന്നാണ്. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24 UN-ന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ മൻഹട്ടനിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുപ്രധാനവും ശക്തവുമായ ഘടകമാണ് രക്ഷാസമിതി. UN-ന്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നതും രക്ഷാസമിതിയെയാണ്. UN-ന്റെ ഭരണനയം സംബന്ധിച്ച തീരുമാനമെടുക്കുന്ന ഘടകമാണ് രക്ഷാസമിതി. ഒരു രാജ്യത്തിന് അംഗത്വം നൽകുവാനുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നതും അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതും രക്ഷാസമിതിയുടെ കടമയാണ്. രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 15 രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5 അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ എന്നിവയാണ് UN-ലെ സ്ഥിരാംഗങ്ങൾ. ഇവയെ P5 രാഷ്ട്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രക്ഷാസമിതിയിലെ P5 രാഷ്ട്രങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ അധികാരം. രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ 9 വോട്ട് നിർബന്ധമാണ്. 5 സ്ഥിരാംഗങ്ങളുടെ വോട്ട് നിർബന്ധമായിട്ടും വേണം. ബാക്കി 4 അസ്ഥിരാംഗങ്ങൾ. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം 10. താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ഭൂമിശാസ്ത്രപരമായി താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 5, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 2, പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് 2, പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് 1. UN രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തുന്നത് പൊതുസഭയിലാണ്. പൊതുസഭയിലെ 3/2 ഭൂരിപക്ഷം അനുകൂലിച്ചാൽ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മഹത്തായ നഗരം എന്ന് മഗസ്തനീസ് വിശേഷിപ്പിച്ച പ്രാചീന നഗരം. ആൻസർ ഓപ്ഷൻ സി, പാടലീപുത്രം. അടുത്ത ക്വസ്റ്റ്യൻ, അനേകാന്തവാദം അതായത് തിയറി ഓഫ് മെനിനസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ജൈനമതം. ജൈനമത സ്ഥാപകനാണ് വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിൻ്റെ വക്താക്കളെ തീർത്ഥങ്കരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം കൈവല്യം ലഭിച്ച മഹത്തുക്കൾ എന്നാണ്. ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരനാണ് ഋഷഭദേവന്, 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനും, 24ാമത്തത് വർദ്ധമാന മഹാവീരനുമാണ്. മഹാവീരൻ ജനിച്ചത് വൈശാലിക്ക് സമീപം കുണ്ടല ഗ്രാമത്തിലാണ്. മഹാവീരന് ജ്ഞാനോദയം ലഭിച്ചത് ജൃംബി ഗ്രാമത്തിലെ ഋജുബാലിക നദീതീരത്ത് ഒരു സാലവൃക്ഷത്തിന്റെ ചോട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം അഥവാ കൈവല്യം ലഭിച്ചത്. ജ്ഞാനോദയം ലഭിക്കുമ്പോൾ മഹാവീരന് 42 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 72ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു? നിർവ്വാണം പ്രാപിച്ചു. നിർവ്വാണം പ്രാപിച്ചത് പാവപുരി BC 468 പാവപുരി എന്ന് പറയുന്നത് ബീഹാറിലെ പാട്നയ്ക്ക് സമീപമാണ്. ജൈനമത ഗ്രന്ഥങ്ങൾ അങ്കാസ് എന്നറിയപ്പെടുന്നു. ജൈനമത ആരാധനാലയം ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു. ജൈനന്മാരുടെ ഭാഷ മഗധിയാണ്. ജൈന സന്യാസി മഠങ്ങൾ ബസേദിയാണ്. ബുദ്ധമത സ്ഥാപകൻ ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ ജനിച്ചത് കപിലവസ്തുവിലെ ലുംബിനി ഗ്രാമത്തിലാണ്. ശാക്യമുനി, സിദ്ധാർത്ഥ ഗൗതമ, തഥാഗതൻ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ശ്രീബുദ്ധനാണ്. ബുദ്ധന്റെ ആദ്യ നാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബോധ്ഗയ ബീഹാറിലാണ്. നിരഞ്ജന നദീതീരത്ത് വെച്ചിട്ടാണ്. ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് സാരനാഥിലെ ഡീർ പാർക്കിലാണ്. ഉത്തർപ്രദേശിലെ സാരനാഥിലെ ഡീർ പാർക്കിൽ വെച്ചിട്ടാണ്. ബുദ്ധമതം ജന്മം കൊണ്ട സ്ഥലവും സാരനാഥ് തന്നെയാണ്. അതുപോലെ ബുദ്ധമതക്കാരുടെ ആരാധനാ കേന്ദ്രം പഗോഡ എന്നറിയപ്പെടുന്നു. ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം ത്രിപീഠികയാണ്. ബുദ്ധമത സന്യാസി സമൂഹം സംഘങ്ങളാണ്. ബുദ്ധമത സന്യാസി മഠങ്ങൾ വിഹാരങ്ങൾ എന്നറിയപ്പെടുന്നു. ബുദ്ധമതത്തിന്റെ ഔദ്യോഗിക ഭാഷ പാലിയാണ്.